ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ ഈസിയും ടേസ്റ്റുമായ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കിത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സ്വാദാണ്. ഇതിന് പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 ടീസ്പൂൺ മല്ലി, 4 വറ്റൽ മുളക്, 2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1.5 ടീസ്പൂൺ വലിയ ജീരകം, കുറച്ച് ഉലുവ എന്നിവ നന്നായി ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് നമുക്കൊരു പോട്ട് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് 2 സവാള അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം നമുക്ക് 3 തക്കാളിയും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. വെരി സിമ്പിൾ റെസിപ്പിയാണിത്. ഇനി 2 പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മല്ലി മുളക് എല്ലാം കൂടെ ചൂടാക്കി പൊടിച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വലിയ 2 ടീസ്പൂണാണ് എടുത്തത്. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. വേറെ പൗഡറുകളൊന്നും ഇതിനാവശ്യമില്ല, നമുക്ക് നല്ല എരിവൊക്കെ ഉണ്ടാകും. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു ലിഡ് വെച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനിൽ മസാല ഒക്കെ പിടിച്ച് നന്നായി ഒന്ന് കുക്കാവട്ടെ. ഇപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ ചിക്കൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.